ഈ കൊളോണിയൽ കാലം മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ അവിടെയുള്ള ജയിലുകളെയൊക്കെ കുറിച്ച്. ഇപ്പോൾ ഈ പോർട്ട് ബ്ലെയർ അതിൻ്റെ ആ പേര് മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ശ്രീ വിജയപുരം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇതൊരു നല്ല മാറ്റമല്ലേ? തീർച്ചയായിട്ടും. അതെന്നോ അത്തരം പരിഷ്കാരങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും അടുത്ത കാലത്ത് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നൊരു സങ്കടം, ഇത്തരം മൗലികമായ പരിഷ്കാരങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ വരുത്തേണ്ടതാണ്. ആ പരിഷ്കാരങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ നിർഭാഗ്യവശാൽ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഇപ്പോൾ ഈ മോദി ഭരണം വന്നതിന് ശേഷം ഇമാതിരി പരിഷ്കാരങ്ങളെക്കുറിച്ച് മിണ്ടിക്കൂടാ. പ്രത്യേകിച്ച് ഇത് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഷ്കാരത്തിന് മുൻകൈ എടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണ് എന്ന ഒറ്റ കാരണത്താൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയിലെ പ്രതിപക്ഷമോ ഇടതുപക്ഷമോ ഒക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ നമ്മളെ യൂണിഫോം സിവിൽ കോഡിന് സംഭവിച്ചതുപോലെ ഈ നേരത്തെ ഇടതുപക്ഷം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ പാടില്ല. അതേ കാര്യം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞാൽ പറയാൻ പാടില്ല എന്ന അവസ്ഥയുണ്ട്. പോർട്ട് ബ്ലെയറിൻ്റെ പ്രശ്നം വളരെ മൗലികമാണ്, വളരെ വളരെ പ്രധാനവുമാണ്. കാരണം അന്തമാൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉടനീളമുള്ള ഒരു പ്രതീകമാണ്. കാരണം ആളൊഴിഞ്ഞ ആ ദ്വീപിലേക്കാണ് ഇവിടുത്തെ പോരാളികളെ മുഴുവൻ കൊണ്ടുപോയിരുന്നത്. എല്ലാതരം പോരാളികളെയും കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് എന്തൊക്കെ ധാരകളുണ്ടായിരുന്നോ ആ ധാരകളിൽപ്പെട്ടവരൊക്കെ അവിടെ കൊണ്ടുപോയാണ് അടങ്ങിയത്. പലപ്പോഴും തിരിച്ചു വരാനാവാതെ അവിടെ കിടന്നാണ് മരിച്ചത്. എല്ലാവരും ഇപ്പോൾ മലബാർ കലാപത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ നാട് കടത്തപ്പെട്ടത് അവിടേക്കാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ശിപായി ലഹളയിൽ പങ്കെടുത്ത ഒരുപാട് പേര് പോയത് അവിടെയാണ്. വീര സവർക്കറെ പോലുള്ള ആളുകൾ പോയത് അവിടെയാണ്. കാലാപാനി എന്ന ജയിൽ അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. അതിൻ്റെ പേരിൽ മലയാളത്തിൽ വലിയ സിനിമ വന്നു. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത മാത്രമല്ല, മലബാർ എന്നിപ്പോൾ സിനിജിക്ക് അറിയുമെന്നറിയില്ല, അന്തമാനിൽ പോയിട്ടില്ലല്ലോ. അന്തമാനിലെ സ്ഥലപ്പേരുകളൊക്കെ പല ഇന്ത്യൻ പേരുകളാണ്, പ്രത്യേകിച്ച് കേരള പേരുകളാണ്. ഇപ്പോൾ അന്തമാനിൽ ചെന്നാൽ കൊണ്ടോട്ടിയുണ്ട്, അന്തമാനിൽ തുവൂരുണ്ട്, വണ്ടൂരുണ്ട്, അരീക്കോടുണ്ട്. എന്താ കാരണം എന്നറിയോ? വിജനമായൊരു ഭൂപ്രദേശത്തിൽ ഇവിടുത്തെ ഈ പാവങ്ങളായ പോരാളികളെ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ആളുകളെ കൊണ്ടുപോയി ഇട്ടെറിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുകയാണ്. അവരവിടെ ഏതെങ്കിലും ചെറിയ കുടിലൊക്കെ കെട്ടി എങ്ങനെയൊക്കെയോ ഉപജീവനം നടത്തി അതിജീവിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആകെ ഭൂമിയിൽ അറിയാവുന്നൊരു സ്ഥലപ്പേര് അവൻ്റെ സ്വന്തം നാടാണ്. നിങ്ങൾ എവിടെയാകുന്നുവോ ആകുന്നു നിങ്ങളുടെ ദേശമെന്ന് ഒ.വി. വിജയൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ അവര് ഇപ്പോൾ ഇവിടുന്ന് അടുത്ത കാലത്ത് പോയ ആളുകൾക്ക് പോലും, അന്തമാനിൽ പോയ ആളുകളൊക്കെ പറഞ്ഞത് അവിടെ ഈ സ്ഥലപ്പേരുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു നാടാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എല്ലാ ധാരകളിലും പെട്ടവർ. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരം ഇപ്പോൾ ബ്രിട്ടീഷുകാരോടാണ് ഫൈറ്റ് ചെയ്തത്. 250 കൊല്ലത്തോളം ഫൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. പല കാലങ്ങളിലായിട്ട് ഒറ്റപ്പെട്ടതും ചെറുതും വലുതും ഒക്കെയായ കലാപങ്ങൾ. ബ്രിട്ടീഷുകാരോട് പൊരുതിയത് എന്തിനാണ്? ബ്രിട്ടീഷുകാരോട് പൊരുതിയതിൽ ഒരു വിഭാഗം രാജാക്കന്മാരാണ്. അവർ ബ്രിട്ടീഷുകാർ പോയിട്ട് അവനവൻ്റെ നാട്ടുരാജ്യം തിരിച്ചു പിടിക്കണം. അവർ പൊരുതിയിട്ടുണ്ട്. അത്തരക്കാർ നാട് കടത്തപ്പെട്ടിട്ടുണ്ട്. രാജാക്കന്മാരുടെ പക്ഷത്ത് നാട് കടത്തപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ പോയിട്ട് ഇവിടെ ചില മതരാജ്യങ്ങൾ സ്ഥാപിക്കണം, ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണം, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം, സിഖ് രാജ്യം സ്ഥാപിക്കണം. അങ്ങനെ പൊരുതിയവരുണ്ട്. മതപരമായ ആവേശം കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയവരുണ്ട്. അങ്ങനെ പോയവരെയും നാട് കടത്തിയിട്ടുണ്ട് അങ്ങോട്ട്. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടർ ഇതൊന്നും അല്ലാതെ ഇന്ത്യയെ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാക്കാൻ വേണ്ടി പാടുപെട്ട് പൊരുതിയ ആളുകളുണ്ട്. അവരാണ് ദേശീയവാദികൾ എന്ന് നമ്മൾ പറയുന്നത്. അവരെയും അങ്ങോട്ട് അവരെയും അവിടെ കൊണ്ടുപോയി തള്ളിയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബഹുസ്വരത, എല്ലാതരം ധാരകളുടെയും പ്രതീകം കാലാപാനിയിലുണ്ട്. എല്ലാതരം പോരാളികളുടെയും ചോരയും അവരുടെ സങ്കടവും കണ്ണീരും ജീവിതവും ഒക്കെ മണ്ണടിഞ്ഞ ഒരു നാടാണ് അന്തമാൻ. അതുകൊണ്ട് അന്തമാനിലെ ഒരു പേര്, അന്തമാൻ്റെ തലസ്ഥാനം ഇപ്പോഴും പോർട്ട് ബ്ലെയർ ആണ്. പോർട്ട് ബ്ലെയർ അത് തുറമുഖമുള്ളത് കൊണ്ട് മാത്രമല്ല, അവരിട്ട പേരാണ്, ബ്രിട്ടീഷുകാരിട്ട പേരാണ്. അധിനിവേശത്തിൻ്റെ ജീവിക്കുന്ന അടയാളമാണ്. പക്ഷെ കുറച്ചുകൂടെ പുറയിലേക്ക് ചിന്തിച്ചാൽ ചോള സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ഒരു നാവിക താവളവും ഈ പറയുന്ന ആൻഡമാനായിരുന്നു. അതിനുശേഷം ഈ പേരുകളൊക്കെ ഇങ്ങനെ വന്നപ്പോൾ പിന്നീട് നമ്മൾ സ്വാമി വിവേകാനന്ദരോടുള്ള ആദര സൂചകമായിട്ട് 3 ദ്വീപുകളുടെ പേര് മാറ്റി. ഒരുപക്ഷെ ഈ പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റാൻ നമ്മൾ വൈകിയോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു കാലത്തിലേക്കല്ലേ വരുന്നത്. അല്ല, ഒന്ന് വൈകിപ്പോയി. ഇനി അതിന്റെ ബേസ് എന്താവട്ടെ, ഞാൻ പറയുന്നത് ഇപ്പോൾ ഏത് തരത്തിലും ആവാം. ഇപ്പോൾ അവിടെ ചോളരാജ്യത്തിൻ്റെ കാലത്ത് അതിന് വിജയനഗരം എന്ന് വിജയപുരം എന്ന് പേരുണ്ടായിരുന്നുവെങ്കിൽ നല്ലത്. കാരണം ഏറ്റവും പുരാതനമായ പേരാണ്.
എന്തൊക്കെ വന്നാലും പോർട്ട് ബ്ലെയർ വരുന്നത് ബ്രിട്ടീഷുകാരോടൊപ്പമാണല്ലോ. അതെ, ഉറപ്പാണ്. ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിൻ്റെ ഏറ്റവും എല്ലാ കാലത്തെയും ഏറ്റവും ഭീകരമായ ഓർമ്മയാണല്ലോ അന്തമാൻ. അതെ, അതുകൊണ്ട് അതെടുത്തു കളയണം. അധിനിവേശത്തിൻ്റെ അടയാളങ്ങൾ നമ്മുടെ സംസ്കാരത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും തുടച്ചു നീക്കുക എന്ന് പറയുന്നത് ഒരു കാലത്ത് വലിയ ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ കൂടി നയമായിരുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് പലപ്പോഴും അത് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മളെ തിരുവനന്തപുരത്ത് VJT ഹാൾ എന്നായിരുന്നല്ലോ അവിടുത്തെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിന്. വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളാണത്. കോഴിക്കോട്ടെ ടൗൺ ഹാളിനും അതായിരുന്നു പേര്, VJT ഹാൾ. ഈ വിക്ടോറിയ മഹാറാണി അവരുടെ ജൂബിലിയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതും അവരെ ആഘോഷപൂർവ്വം സ്വീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതും ഒക്കെ ആ ഹാളാണ്. എന്തായാലും ഒരു ബ്രിട്ടീഷ് വാഴ്ചയുടെ ഓർമ്മയാണ്. അത് മാറ്റിയല്ലോ നമ്മൾ. തിരുവനന്തപുരത്തെ VJT ഹാൾ ഇപ്പോൾ അയ്യങ്കാളി ഹാളാണ്. അങ്ങനെ മൗലികമായൊരു പരിഷ്കാരം വരുത്തിയ ഒരു നാടാണ്. ഇപ്പൊ പോർട്ട് ബ്ലെയറിനെ മാറ്റാൻ തീരുമാനം. എന്ന് മാറ്റണം, മാറ്റേണ്ടതല്ലേ? ആ പേര് വിജയപുരം എന്നോ എന്ത് പേരായിക്കോട്ടെ, ഞാൻ പറയുന്ന ഒരു ഇന്ത്യൻ പേര് ആ രാജ്യത്തിന് ആ സ്ഥലത്തിന് കൊടുക്കേണ്ടതല്ലേ? അതെ. ഇപ്പൊ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ട്രിവാൻഡ്രം, തൃശ്ശൂർ, ആലപ്പി, കാലിക്കറ്റ് ഇതൊക്കെ മാറ്റി തിരുവനന്തപുരം, ആലപ്പുഴ പഴയ പേരുകൾ വന്നു. ഇനിയിപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത അസുഖം എന്താണെന്ന് വെച്ചാൽ, ഒരു പേരുകൾ പോർട്ട് ബ്ലെയർ എന്ന ഇംഗ്ലീഷ് പേര് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ദോഷമൊന്നും തോന്നുന്നില്ല, വലിയ കലിപ്പും തോന്നുന്നില്ല. അതേസമയത്ത് ഒരു ഹിന്ദു പേരാണത് കേട്ടിയാൽ, ഇപ്പോൾ ഹിന്ദു സംസ്കാരവുമോ ഹിന്ദു ദൈവങ്ങളുമായിട്ടോ ഇപ്പോൾ വിജയനഗരം എന്താണ്, വിജയപുരം എന്ന് വെച്ചാൽ നമുക്ക് വിജയനഗര സാമ്രാജ്യത്തെ ഓർക്കാം. അതെ. അല്ലെങ്കിൽ മഹത്തായ വിജയത്തിൻ്റെ ഒരു ഓർമ്മയായിട്ട് അതിനെ ഓർക്കാം. എങ്ങനെ എടുത്താലും അതൊരു ഇന്ത്യൻ പേരാണല്ലോ. അതെ. അതിനെ സ്വാഗതം ചെയ്യല്ലേ? അതിൻ്റെ പേരിലാണ് ഇപ്പോഴും ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം. ഒന്ന് ആലോചിച്ചു. അതിന് പോസിറ്റീവായിട്ട് കാണണമെന്ന് മാത്രമല്ല, അത് അനിവാര്യമായ ഒന്നാണ് ആരുടെ കാലത്തായാലും. ഇപ്പോൾ സമാന്തരമായ ചില തർക്കങ്ങൾ കേരളത്തിൽ ഉണ്ടായത് ഓർമ്മയുണ്ടോ? നമ്മൾ തന്നെ ഈ ഫ്ലോറിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അന്ന് കേൾക്കാത്ത പഴിയില്ല. എന്താ വെച്ചാൽ നിർഭാഗ്യവശാൽ അന്ന് പാർലമെന്റ് ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ വയനാട്ടിൽ ഒരു വിവാദം ഉണ്ടായി. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റിയിട്ട് ഗണപതി വട്ടം എന്നാക്കണം. പുതിയ വാദമല്ല, എത്രയോ കാലമായിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 20 കൊല്ലം മുമ്പെങ്കിലും അത്തരമൊരു സംവാദത്തിൽ ഞാൻ പോയി പങ്കെടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ സുൽത്താൻ എന്ന പേര് ടിപ്പു സുൽത്താൻ്റെ അധിനിവേശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടിപ്പു സുൽത്താൻ വന്നു പോയി കഴിഞ്ഞപ്പോൾ സുൽത്താൻ്റെ ഈ പീരങ്കിപ്പട തമ്പടിച്ചിരുന്ന ഒരു മൈതാനമാണ്. അവിടെ ബാറ്ററി സൂക്ഷിച്ചു, സുൽത്താൻസ് ബാറ്ററിയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ വിളിച്ച പേരാണിത് ആ സ്ഥലത്തിന്, സുൽത്താൻസ് ബാറ്ററി എന്ന് വെച്ചാൽ ടിപ്പു സുൽത്താൻ വന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പീരങ്കിപ്പട തമ്പടിച്ച സ്ഥലത്തിന് വന്ന പേരാണ്. ഒന്ന് ഓർത്തു നോക്കൂ, 2 അധിനിവേശത്തിന്റെ ഓർമ്മയാണത് സുൽത്താൻ ബത്തേരി എന്നുള്ള പേര്. ഒന്ന് ടിപ്പു സുൽത്താന്റെ, 2 ആ പേര് വിളിച്ച ബ്രിട്ടീഷുകാരുടെ. ഈ രണ്ടുമല്ലാത്തൊരു പേര് ആ നാടിന് കൊടുക്കേണ്ടതുണ്ട് എന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1078 കൊല്ലം കഴിയുമ്പോഴെങ്കിലും നമുക്ക് ഓർമ്മ വരണ്ടേ? എന്നിട്ട് അവിടെ ഗണപതി വട്ടം, അതെല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ വയനാടിൻ്റെ ചരിത്രം എഴുതിയ OK ജോണി പറയുന്നുണ്ട് ഗണപതി വട്ടം ആയിരുന്നു ആ സ്ഥലത്തിൻ്റെ പഴയ പേര്. ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും. ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് ഒരു പഴയ പേരുണ്ടാവുമല്ലോ. ഇപ്പോൾ MGS പറയുന്നുണ്ട് പല കാലങ്ങളിൽ ആ സ്ഥലത്തിന് പല പേരും വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ ടിപ്പു സുൽത്താൻ വരുന്നതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന പേര് ഗണപതി വട്ടമാണ്. ഇനി അതിനു മുമ്പുള്ള വല്ല പേരും ഉണ്ടെങ്കിൽ കണ്ടെത്തിക്കോട്ടെ, പ്രശ്നമില്ലല്ലോ. പക്ഷെ സുൽത്താൻ ബത്തേരി മാറുന്നത് നമ്മുടെ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൻ്റെ, അധിനിവേശ വിരുദ്ധ മനസ്സിൻ്റെ ഭാഗമാണ്, സാമ്രാജ്യത്വ വിരുദ്ധ മനസ്സിൻ്റെ ഭാഗമാണെന്ന് വരണ്ടേ? ഇത് ഞാൻ അന്ന് പറഞ്ഞു, നമ്മുടെ ഫ്ലോറിലിരുന്ന് ഞാൻ പറഞ്ഞു ഗണപതി. അന്ന് നിർഭാഗ്യവശാൽ അത് ഉന്നയിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി K. സുരേന്ദ്രനോട് ആരോ ചോദിച്ചു, എന്താണ് ഗണപതി വട്ടം എന്ന പേര് എന്തോ ചോദിച്ചു, സുൽത്താൻ ബത്തേരി എന്നുള്ള പേര്, സുൽത്താൻ ബത്തേരി എന്ന പേര് മാറ്റണം, ഗണപതി വട്ടമാക്കണം. അപ്പം ഞാൻ പറഞ്ഞു അക്കാര്യത്തിൽ സുരേന്ദ്രനാണ് ശരി, അത് ശരിയാണെന്ന് എല്ലാവർക്കും അങ്ങോട്ട് പറഞ്ഞൂടെ, എല്ലാവർക്കും സമ്മതിച്ചൂടെ? എന്നിട്ട് അടുത്ത ചോദ്യം ചോദിക്കാം, സുരേന്ദ്രൻ അധികാരത്തിൽ വന്നാൽ BJP ഭരിക്കുന്ന കാലത്ത് വയനാട്ടിലേക്ക് റെയിൽവേ വരുമോ? വയനാട്ടിലേക്ക് മെഡിക്കൽ കോളേജ് വരുമോ? വയനാട്ടിൽ IIT ഉണ്ടാവും? അത്തരം ചോദ്യങ്ങൾ വേറെ ചോദിച്ചൂടെ? അതല്ലേ രാഷ്ട്രീയമായ ചോദ്യം. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ സുരേന്ദ്രനെ എതിർക്കാൻ വേണ്ടി കിട്ടിയ ഒരു പോയിന്റ് എന്നുള്ളതൊക്കെ ഇതാ ഉപയോഗിക്കുന്നത്. സത്യത്തിൽ തെറ്റാണ്. എല്ലാവരും ഒരുമിച്ച് ആവശ്യപ്പെട്ടതും ഒരുപോലെ വലിയ സംവാദങ്ങൾ നടന്നിരുന്നുമാണ് ഗണപതി വട്ടത്തിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഈ വിജയപുരത്തിൻ്റെ കാര്യത്തിലും അതാണ്. ഇതിനെന്താ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒരു വലിയ അപകടം എന്താ പറയുക, ഗണപതി എന്ന് കേട്ടാൽ ഇപ്പോൾ ഈ ഹിന്ദുത്വവാദികൾ നാട് ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായൊരു അപകടം, സംസ്കാരത്തിൽ എവിടെയെങ്കിലും ഒരു ഹിന്ദു വാക്ക് കേട്ടാൽ ഉടനെ നമ്മൾ ധരിക്കുന്നത് അത് RSSന്, അത് BJPയുടെ എന്നാണ്.
അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ പേരുകൾ ഇപ്പോൾ ജാതിയുടെയോ മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ അടയാളമുള്ള എത്ര പേരുകൾ മാറ്റേണ്ടി വരും എന്നാലോചിച്ചു. അനന്തപുരി ആരുടെ പേരാ? അതെ, അനന്തപത്മനാഭൻ ആരാണ്? അതെ. ഒന്ന് ആലോചിച്ചു. ഇപ്പോൾ ആലോചിച്ചു, അനന്തപുരി എന്ന് പറഞ്ഞാൽ അതല്ലേ ദൈവികമായ പേരല്ലേ? അതെ. കണ്ണപുരം, ഒരു വലിയ വീരവിപ്ലവകാരികളുടെ നാടാണല്ലോ കണ്ണൂര്. അതെ, കണ്ണനൂരാണ്, കണ്ണൻ്റെ ഊരാണ്, ശ്രീകൃഷ്ണന്റെ നാടാണ് അല്ലേ? തൃശ്ശിവ പേരൂരാണ്, തൃശ്ശിവൻ, തൃശ്ശിവന്റെ പേരൂരാണ്, തൃശ്ശിവ പേരൂരാണ് തൃശ്ശൂര്. ഇങ്ങനെ മാറ്റിയാൽ ഏതൊക്കെ മാറ്റേണ്ടി വരും? ദൈവത്തിന്റെ പേര് കേട്ട പേര് മുഴുവൻ കഴുകിക്കളഞ്ഞിട്ട് ഈ ദൈവരഹിതമായ അല്ലെങ്കിൽ ദൈവത്തിന്റെ മണം പറ്റാത്ത ഒരു കേരളം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ നടക്കുമോ? ആ കൂട്ടത്തിൽ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെയും നമ്മുടെ തൃശ്ശൂരിൻ്റെയും നമ്മുടെ കണ്ണൂരിൻ്റെയും ഒക്കെ കൂട്ടത്തിൽ ഒരു ഗണപതി വട്ടം എന്നാൽ എന്താ കുഴപ്പം? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് മനസ്സിലാക്കാനുള്ള ഒരു സാംസ്കാരികമായ അവബോധം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് വലിയ സങ്കടം. അതുകൊണ്ട് ഞാൻ ഈ വിജയപുരം പേര് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം എന്നോ മാറ്റേണ്ടതാണ്. എക്സ് ഓർ വൈ എന്ത് പേരിട്ടോട്ടെ, പോർട്ട് ബ്ലെയർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പേര് എന്നോ ആ നാടിന് മാറ്റേണ്ടതല്ലേ? ഗണപതി വട്ടം എന്ന പേര് വരുന്നതിനോട് എതിർക്കുന്ന എന്തിന്? എന്ത് പേര് വന്നാലും സുൽത്താൻ ബത്തേരി അല്ലല്ലോ ആ നാടിന് വേണ്ട പേര്. അതാണ് പ്രശ്നം. അങ്ങനെ ചിന്തിക്കാൻ ഒരു ഇന്ത്യൻ മനസ്സുകൊണ്ട്, ഒരു അധിനിവേശ വിരുദ്ധ മനസ്സുകൊണ്ട് സംസ്കാരത്തെ കാണാനുള്ള ഒരു ഉൾക്കാഴ്ച, നേരത്തെ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്ന ഉൾക്കാഴ്ച കൂടി ഇപ്പോൾ നഷ്ടപ്പെടുകയും ഇതൊക്കെ ഒരു BJP വിരുദ്ധ മനസ്സുകൊണ്ട് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ഗതികെട്ട കാലത്താണ് നമ്മളുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാംസ്കാരികമായി നമ്മൾ വല്ലാതെ പിന്നോട്ട് പോകുന്നുണ്ട്. സങ്കുചിതമായ രാഷ്ട്രീയം കൊണ്ട് സംസ്കാരത്തെ സമീപിക്കുന്നതിൻ്റെ അപകടം വരുന്നുണ്ട്. പുതിയൊരു ബോധം ഉണ്ടാകട്ടെ. പോർട്ട് ബ്ലെയർ അതിവേഗം വിജയപുരമായി തീരട്ടെ. ആ പേരിന് അതേ ആ സംസ്കാരം നമ്മുടെ ഗണപതി വട്ടം ഉൾപ്പെടെയുള്ള എല്ലാ സംവാദങ്ങളിലേക്കും കടന്നു വരട്ടെ. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഏത് ഗവൺമെൻറ്റുകൾക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ഈ ഉത്രാട നാളിൽ ആശംസിക്കാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.